ഞങ്ങളുടെ മമ്മൂക്ക പുട്ടുറുമീസ് തനി പുട്ടുറുമീസ് പൊന്തന്മാടായിട്ട് വന്ന തനി പൊന്തന്മാട വേണ്ട. കോട്ടയം കുഞ്ഞച്ചായിട്ട് മമ്മൂക്ക വന്നാണ്ടല്ലോ, തനി കോട്ടയം കുഞ്ഞച്ച. അങ്ങനെയൊക്കെയാണ് ഞാനും പറയും. ചങ്ങനാശ്ശേരി നല്ല ഒന്നാന്തര ഗുണ്ടയായ ആടുതോമയെ അവതരിപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിലെ കഥകളിക്കാരനാകാൻ ലാലേട്ടനല്ലാതെ മലയാളത്തിൽ മേലാരുമില്ല. പിന്നെ അടി കിട്ടും. ഇവിടെ കയറുവാ നമുക്ക്. ഞാൻ എന്റെ ആഗ്രഹം അല്ല, എന്ത് തെറ്റുണ്ടോ? അല്ല ഇവിടെ ഞാൻ പറഞ്ഞാൽ എന്ത് തെറ്റുണ്ടോ? ഞാൻ എന്റെ സിനിമയുടെ വലിയ കാര്യം പറഞ്ഞത് ചേട്ടാ, എന്റെ അഭിനയിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. മൈക്കിൽ പറയുന്നത് നല്ലൊരു ദിവസമായിട്ട് നാട്ടുകാർ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യമാണ് അല്ലേ? ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയൊരു കലാകാരൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് തെറ്റായി പോയെന്ന്. തെറ്റാണ്. ഞാൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന എന്റെ ആഗ്രഹം പറയാൻ പാടില്ല. അതെന്താ? ഞങ്ങളുടെ ലാലേട്ടൻ മോശാണ്. ഞാൻ ലാലേട്ടൻ മോശാന്ന് പറഞ്ഞല്ലോ. മമ്മൂക്ക കുറച്ചുകൂടെ കരുത്തുള്ള നടനല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നുമല്ല, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഞങ്ങളുടെ ലാലേട്ടൻ. ഒരിക്കലുമില്ല, മമ്മൂക്കയ്ക്കാണ്. അല്ല, ലാലേട്ടൻ മമ്മൂക്കയ്ക്കാണ്. ഒന്ന് തെളിയിച്ചു കണ്ടോ? നമ്മുടെ മമ്മൂക്കയുടെ ആരാധകരെല്ലാം ഒന്ന് കൈയടിച്ചാൽ നോക്കട്ടെ. കണ്ടോ? ഓടരുത്, ഓടൂല. ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാവും. ഇനി നമ്മുടെ ലാലേട്ടൻ എല്ലാം പറ്റി എന്റെ ഒരു അമ്പൂശ കളഞ്ഞു. അപ്പോ അങ്ങനെ മമ്മൂക്കാനെ ചെറുതായിട്ട് കണ്ട ഞങ്ങളുടെ മമ്മൂക്ക പുട്ടുറുമീസ് തനി പുട്ടുറുമീസ് പൊന്തന്മാടായിട്ട് വന്ന തനി പൊന്തന്മാട വേണ്ട. കോട്ടയം കുഞ്ഞച്ചായിട്ട് മമ്മൂക്ക വന്നാണ്ടല്ലോ, തനി കോട്ടയം കുഞ്ഞച്ച. അങ്ങനെയൊക്കെയാണ് ഞാനും പറയും. ചങ്ങനാശ്ശേരി നല്ല ഒന്നാന്തര ഗുണ്ടയായ ആടുതോമയെ അവതരിപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിലെ കഥകളിക്കാരനാകാൻ ലാലേട്ടനല്ലാതെ മലയാളത്തിൽ മേലാരുമില്ല. പിടിച്ചോ? അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകത്താളെ നീ ഒന്നും പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യ സെൻസ് വേണം. ഇംഗ്ലീഷ് പറയാൻ മമ്മൂക്കല്ലേ ആർക്കെ പറ്റിയ അതിമോഹമാണ് മോനെ ദിനേശ നിനക്ക്. എന്റെ അപ്പന്റെ ചില കത്തും കാലം വരെ നിനക്ക് ആയുസ് ഉണ്ടാകുമെന്നുള്ള മോഹം. അത് തെറ്റായിരുന്നൊന്നും വന്നീവാ. അപ്പന്റെ കയ്യേലെ ആരും ഉണ്ടാക്കാൻ വേണ്ടി തരാം നിനക്ക്. കൊണ്ടുപോയി ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാസ തീർക്കാം. മോനെ ദിനേശ ഇതുപോലെ ചെറുണ്ടായില്ല പറയാൻ. ഞങ്ങളുടെ മലയാള സിനിമ അത് മമ്മൂക്കൊക്കെ പറ്റും. സമ്മതിച്ചു. മമ്മൂക്കന്റെ ആരാധകനാണ്. അതെ, കണ്ട ഒരു 10 സിനിമയുടെ പേര്. മമ്മൂക്കയുടെ 10 സിനിമ: നിറക്കൂട്ട്, പാതയം, രാജമാണിക്യം, ദ കിങ്, കോട്ടയം കുഞ്ഞച്ചൻ. എത്ര പേര് വേണം? വേണ്ട, ലാലേട്ടന്റെ ആരാധകരുള്ളൂ. കണ്ട ഒരു 5 ലാലേട്ടന്റെ പടം പറയാമോ? 50 എണ്ണത്തിന്റെ പറയാം. 50 പറഞ്ഞ ശ്വാസം വിട്ട് 5 എണ്ണം പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാമല്ലോ. ദൃശ്യം മുഴുവൻ തുടരും. മിന്നാരം ഉള്ളടക്കം നാളോട്ടം മുടവട്ടം മുന്നാറ്റങ്ങളിൽ കൂടെ കൂടുന്നില്ല. കൃഷ്ണ മുഖത്ത് വിളിക്കുന്ന അമൃതമയ ആട്ടക്കല അക്കരെ പട്ടണം പ്രോസം മുഖം കിച്ചന സുഖ രാത്രം പത്തനം കലാപ്പനി മഞ്ഞൾ വെളിപ്പൂ അയ്യോട്ട് പട്ടപ്പൽ നമ്പരിന് മന്ത്രസ്മായി ചെങ്ങോൽ പറഞ്ഞ പിന്നാമി സന്മൻ സുഹൃത്ത് സമാധാന നാടുവാഴികൾ തീപ്പുറം ഒന്നു മുതൽ കുഞ്ഞുവരെ കണ്ടറിഞ്ഞു. അങ്ങനെ നമുക്ക് എന്റെ പുത്ര ശോഭരാജ് ഗാന്ധരകൾ സെക്രട്ടറിയിട്ട് ഉത്സവിട്ട് നോട് നമ്മൾ വളരെ വെള്ളാറും കൂടുന്നതിന് സുമോദേവി അമൃതമയ ആട്ടക്ലാസിൻ ജപ്പ് ഇനി ഇറങ്ങാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ്. എന്റെ പൊന്നോ, ഇതാ പറയുന്നത്. പൂവ് ചോദിച്ചപ്പോ പൂന്തോട്ടം തന്നു. എന്റെ പൊന്നു ചേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടുകാരന് നല്ലൊരു കൈയ്യടി കൊടുത്ത് ഇത് പോരാ. പിന്നെ ഒരു വിഷമമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത്ര മനോഹരമായ ഒരു വേദിയിൽ ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ കയ്യിൽ കൊണ്ടുകൊടുത്ത് കയറി ഒന്നും ശരിയായില്ല. മനോസാർ അങ്ങനെ ഞങ്ങളെ ആക്ഷേപിക്കരുത്. മനോസാറിന്റെ കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയും സ്ഥിരം ഞങ്ങൾ അടിക്കുന്ന മദ്യവുമാണ് കേരള സർക്കാരിനെ പോലും പിടിച്ചു നിർത്തുന്നത്. അതാദ്യം മനസ്സിലാക്കാം. 36 വർഷമായി ഞാൻ കള്ളുകൂടി തുടങ്ങി. 36 വർഷം? അതെ. ഇതിനിടയിൽ പുറത്തിറങ്ങിയത് ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരുപാട് മദ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എന്നെ കാരണം യാതൊരു റിഗ്രറ്റും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം നിമിഷം ഇവിടെ പറഞ്ഞ തന്നെപ്പോലുള്ള ഈ ഇരിക്കുന്ന മദ്യപാനികൾ ആരെങ്കിലും അവർ നിമിഷം മദ്യപാനം നടത്തും. അതെന്താ പറയട്ടെ. നിങ്ങൾ ഈ കുടിക്കണം മദ്യം എന്ന് പറയുന്ന സാധനം ശരിക്കും എന്താണെന്ന് അറിയാമോ? ശരിക്കും എന്താണ്? ചെകുത്താന്റെ മൂത്രമാണ്. അതേ തവലക്കാരാ, ചെകുത്താന്റെ മൂത്രമാണ്. ഹലോ, എന്താ പറയാ? ചെകുത്താന്റെ മൂത്രം നിങ്ങൾ കുടിക്കണേ. ശരി, എനിക്കൊരു സംശയം. കേരളത്തിലെ ഇക്കണ്ട ബാറുകളിലും ഇത്രയും ബെവറേജുകളിലും ഇത്രയും മൂത്രം സപ്ലൈ ചെയ്യാൻ ചെകുത്താന്റെ മൂത്രസഞ്ചി തന്നെ ഇടുക്കി ഡാം അല്ല? എനിക്കറിയാൻ സംശയം. അവിടെ പോയി ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തോട്ടെ. അല്ല, അങ്ങനെ തന്നെ പറഞ്ഞു വിടാം. നമ്മളൊരു കലാകാരനായിരുന്നു. കലാകാരൻ? എന്ത് കലാകാരൻ? മിമിക്രി കലാ. പൊന്നോ, ഇങ്ങനെ മിമിക്രിക്കാരൊന്നും ഇങ്ങനെ മദ്യപിച്ച മിമിക്രിക്കാരൊന്നും ഇല്ല. അല്ല, വേഷത്തിൽ നമ്മൾ അങ്ങനെ ഒരു ശബ്ദം അനുകരിച്ച താൻ മിമിക്രിക്കാരാണെന്ന് ഞാൻ പറയാം. ഉറപ്പ്? അങ്ങനെ പുച്ഛിച്ചു പറഞ്ഞ എന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ശബ്ദം ഞാൻ അനുകരിക്കും. ഏത് ശബ്ദം? ഹരിശ്രീ അശോക്. ഓക്കെ, ഹരിശ്രീ അശോകൻ നല്ലതാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരനായി
നന്നായി ഇയാൾക്ക് നല്ല കൈഡി കൊടുക്കണം. ഓക്കെ. ഏത് സിനിമയിലെയാ? മീശ മാധവന്റെ ഹരിശ്രേഷ്ഠ നോക്കാലോ. കൈയടിച്ചേക്കണേ. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാട് ഓർമ്മ വരും. എന്ത് രസമായിരുന്നു എന്നൊക്കെ. സ്കൂളിൽ കൂട്ടുമ്പോ കുറുപ്പാണ്ട് പറമ്പിലെ ചക്കര മാവ് നിറച്ച് മാമ്പഴം പഴുത്ത് തൂങ്ങി കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരുതി. മാധവ മാവില് വലുത് കയറി. മാവില് നിറച്ച് പുളിയനുറുമ്പായിരുന്നു. പുളിയനുറുമ്പ് കഴിച്ചിട്ട് മാധവ നിലത്ത് വീഴുമ്പോഴും 2 ചക്കര മാമ്പഴവും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇന്ന് യന്ത്രമൊന്നുമില്ല, ഒരു യന്ത്രം. പാട്ട് പാടല്ല. താഴമ്പ വളമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരിച്ചു ഉറക്കരുതേ സുപ്രഭാതോ. എന്റെ പൊന്നോ നല്ല കൈയിലൂടെ അടിപൊളി കേട്ടാ. എന്നാലും വളരെ മനോഹരമായി. താങ്ക് യു. അല്ല, എന്റെ ചേട്ടന്റെ പാട്ട്, എന്റെ ക്യാങ്ങൂരുണ്ട്, എന്റെ ചേട്ടന്റെ പാട്ടും കൂടെ ഒന്ന് പാടും. നിങ്ങളുടെ ചേട്ടന്റെ പാട്ട് പാടാം. നിങ്ങളുടെ ചേട്ടൻ സിനിമയിൽ പാടുന്ന ആളാണോ? അതുക്കും മേലെ ആരാണെന്ന് പറയാം, എന്നാലേ അറിയുള്ളൂ. കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടനായാലും നിങ്ങളുടെ ചേട്ടനല്ല, ഈ ഇരിക്കുന്ന സകല മലയാളികളുടെ ചേട്ടനാണ് മണിച്ചേട്ടൻ. അപ്പൊ ഞങ്ങളുടെ മണിച്ചേട്ടന് ഒരു പാട്ട് 4 വരി ഒന്നും പാടും. 4 വരി അത് പാടാൻ നമ്മുടെ ആർട്ടിസ്റ്റ് റെഡിയാണ്. അല്ലല്ല, മനോജ് സാർ പാടും. ഞാൻ പാടും. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല. ഓക്കെ. ചേട്ടൻ അവിടെ നിന്ന് ആടി ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് ആ ഒരു സെറ്റപ്പിന് 4 ഓക്കെ. ഓക്കെ. ഒന്ന് കൈയ്യടിക്കാൻ പറഞ്ഞു. ഒരു കൈയ്യടി കൊടുത്തിട്ട് നമ്മൾ മനോജ് സാർ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ലു കുടിച്ച് എന്റെ മോളെ കച്ചത്തിലാക്കല്ലേ വേലായുധാ, എന്റെ മോളെ കച്ചത്തിലാക്കല്ലേ വേലായുധം ചേട്ടോ. പകല് മുഴുവൻ പണിയെടുത്ത് കലാഭവന്റെ കൊച്ചിൻ ഹരിശ്രീയുടെ മിമിക്രി വേദിയുടെ ഏറെ ശ്രദ്ധേയനായി ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ വോഡാഫോൺ കോമഡി സ്റ്റാർ 1ാം സമ്മാനം നേടിയ VIP ടീമിലെ നെടുന്തൂണായ രാജേഷ് തിരുവമ്പാടി നമുക്ക് നിറഞ്ഞൊരു കൈയ്യടി കൊടുക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.